നമ്മൾ ബീഫ് അൽഫാം ഉണ്ടാക്കില്ലേ, ഇനി അതുപോലെ തന്നെ ചിക്കൻ അൽഫാം ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1 സ്പൂൺ മല്ലി, ഫുൾ മല്ലിയാണ്, പിന്നെ 3/4 ടീസ്പൂൺ കുരുമുളക്, അത് അത്രയും തന്നെ പെരുംജീരകം, അതിലും ഒരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകവും, 1 ബേ ലീഫ്, 2 പട്ട, 2 പീസ് ഗ്രാമ്പു, 3 ഉണക്കമുളക്. ഇതൊക്കെ കൂടി നമുക്ക് നന്നായിട്ടൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. അതിനുശേഷം അത് പൊടിക്കുന്നതിന് മുമ്പ് അതിലേക്ക് ഒരു അര തക്കാളി, പകുതി സവാള, പിന്നെ ഒരു 3-4 പീസ് ഇഞ്ചി, ഒരു 10-12 ചെറിയ വെളുത്തുള്ളി ആയതുകൊണ്ടാണ് അത്ര എടുത്തത്. അതിട്ടിട്ട് നമുക്ക് നന്നായിട്ട് അരച്ച് കൊണ്ടുവരാം. അപ്പോൾ കണ്ടില്ലേ, ഇതുപോലെ ഇങ്ങനെ നന്നായിട്ട് അരഞ്ഞ് കിട്ടണം കേട്ടോ. പിന്നെ അതിലേക്ക് ഞാൻ ഒരു സാധനം ഇടാൻ മറന്നുപോയി, മല്ലിയിലയും പുതിനയിലയും. അതും കുറച്ച് ഒരു പിടി, ഒരു കൈ വെച്ച് ഇങ്ങനെ കൂട്ടി പിടിക്കുമ്പോൾ എത്രയായിട്ടും അത്രയും വെച്ചിട്ട് നമുക്ക് മല്ലിയിലയും പുതിനയിലയും ഇട്ടിട്ട് നന്നായിട്ട് അരച്ചിട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് വേണ്ടത് കുറച്ച് മസാലകളാണ്. അതിനുവേണ്ടി തൈര്, ഒരു 2 ടേബിൾ സ്പൂൺ തൈര് എടുക്കുക. പിന്നെ വേണ്ടത് അര മുറി ചെറുനാരങ്ങ നീര് ചേർത്തെടുക്കുക. പിന്നെ മസാല പൊടിച്ചപ്പോൾ ഞാൻ ഏലക്കയുടെ കാര്യം പറയാൻ മറന്നു കേട്ടോ. അപ്പോൾ 2 ഏലക്കയും കൂടി ചേർത്ത് കൊടുക്കണം. പിന്നെ നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കുക. അതായത് മസാലപ്പൊടി 1/2 ടീസ്പൂൺ, പിന്നെ വേണ്ടത് കാശ്മീരി ചില്ലി പൗഡർ ഒരു കളറിന് വേണ്ടിയിട്ട്, പിന്നെ ഒരു 3/4 ടീസ്പൂൺ ഇട്ട് കൊടുക്കുക കേട്ടോ കാശ്മീരി ചില്ലി പൗഡർ. കാശ്മീരി ചില്ലി പൗഡർ ഇട്ടതിന് ശേഷം മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, പിന്നെ സൺഫ്ലവർ ഓയിലും വേണം കേട്ടോ. അത് ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് മറന്നു പോയതാണ്. അപ്പോൾ സൺഫ്ലവർ ഓയിൽ ഒരു 1/4 കപ്പ് ചേർത്ത് കൊടുക്കുക. അത് നമ്മൾ ഈ മസാലയിൽ നന്നായിട്ട് മിക്സ് ചെയ്യണം. അപ്പോൾ ഞാൻ പെട്ടെന്ന് അത് മറന്നു പോയതുകൊണ്ടാണ് പിന്നെ ഞാൻ അവസാനം ചേർക്കേണ്ടത്. പിന്നെ മസാല നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ചിക്കനിൽ തേച്ച് കൊടുക്കുക. അതായത് നമ്മൾ ചിക്കനിൽ തേക്കുമ്പോൾ പിന്നെ ഒരു ഓവർനൈറ്റ് തേച്ച് പിടിപ്പിക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. ഞാനിപ്പോൾ ചെയ്തത് ഒരു 6 മണിക്കൂർ എന്തായാലും മസ്റ്റായിട്ടും വെക്കണം കേട്ടോ. അപ്പോഴേ അതിൻ്റെ മസാലകൾ ചേർത്ത് പിടിക്കാൻ നന്നായിട്ട് പിടിച്ച് കിട്ടുള്ളൂ. പിന്നെ വേണ്ടത് നമ്മൾ നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് വയ്ക്കുക. പിന്നെ ബാക്കിയുള്ള പ്രോസസ്സ് എന്ന് വെച്ചാൽ ഞാൻ ചിക്കൻ ബീഫ് അൽഫാം ഉണ്ടാക്കിയില്ല, അതുപോലെ തന്നെയാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മളിത് ഗ്രില്ല് ചെയ്യണവർക്ക് ഗ്രില്ല് ചെയ്ത് വയ്ക്കാം, അല്ലാത്തവർക്ക് നമ്മൾ പാനിലിട്ടിട്ട് സൺഫ്ലവർ ഓയിൽ വെച്ചിട്ട് നമ്മൾ തിരിച്ച് മറിച്ച് വിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ നമ്മൾ ഇതിന് ശേഷം ഒരു സോസ് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. ആ സോസിന് വേണ്ടിയിട്ട് ഒരു ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് സൺഫ്ലവർ ഓയിൽ ഒഴിക്കുക. ഒരു 3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. പിന്നെ നമ്മൾ ചേർക്കുന്നത് ടൊമാറ്റോ സോസാണ്. ടൊമാറ്റോ സോസ് ഒരു 1/2 കപ്പ് ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കുക. പിന്നെ വേണ്ടത് ചില്ലി ഫ്ലേക്സ്, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, പിന്നെ കുറച്ച് നാരങ്ങാനീര് ചേർക്കണം. അപ്പോൾ എൻ്റെ അടുത്ത് നാരങ്ങാനീര് ഇല്ലാത്തതുകൊണ്ട് ഞാൻ വിനാഗിരിയാണ് ചേർത്ത് കൊടുത്തത്. അതും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കുക. അപ്പോൾ അത് നമ്മുടെ പെരിയുടെ സോസ് റെഡി ആയിട്ടുണ്ടാവും. അപ്പോൾ ഈ സോസ് നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. ഉപ്പും എരിവും പുളിയൊക്കെ നിങ്ങളുടെ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ചൂടാക്കിയിട്ട് അത് സെറ്റ് ചെയ്ത് വെക്കാം. പിന്നെ നമ്മുടെ അൽഫാം റെഡിയായി കഴിയുമ്പോൾ നമ്മൾ എണ്ണയൊക്കെ ഇടയ്ക്കിടയ്ക്കൊന്ന് തേച്ച് തിരിച്ചു മറിച്ചൊക്കെ വെക്കുമല്ലോ. ഗ്രില്ലിലാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അല്ലാത്തത് നമ്മൾ പാനിൽ ഇടുമ്പോൾ കുറച്ചൊന്ന് മുരിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ഈ സോസ് അതിൻ്റെ മുകളിലേക്ക് തേച്ച് തിരിച്ചു മറിച്ചൊക്കെ വെച്ച് കൊടുക്കുക. അപ്പോൾ തിരിച്ചു മറിച്ച് വെക്കുമ്പോൾ അത് ഈ സോസിൽ ശരിക്കും അതിലിങ്ങനെ കോട്ടായിട്ട് വരും. പിന്നെ ബാക്കി സോസ് ഉണ്ടാകത്തില്ല, അതിൽ ഉള്ള സോസേ നമ്മൾ ഉണ്ടാക്കണുള്ളൂ. ഞാനിപ്പോൾ 1/2 കിലോ ചിക്കൻ്റെ വലിയ പീസായിട്ടാണ് വെച്ചേക്കുന്നത്. ഇപ്പോൾ കണ്ടില്ലേ, നമ്മുടെ സോസ് റെഡി ആയിട്ടുണ്ട്. ഇനി കുറച്ച് നേരം ഇതങ്ങോട്ട് വെക്കുക. ഇനി അത് മൊരിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ഇടയ്ക്ക് തിരിച്ച് മറിച്ച് വിട്ടിട്ട്, ഞാൻ ഉപ്പിട്ടിട്ടുണ്ടായില്ല കേട്ടോ, അതാണ് ഇപ്പോൾ ഉപ്പിട്ടത്. ഇനി തിരിച്ച് മറിച്ചും തേച്ച് കൊടുക്കാം. പിന്നെ അവസാനം നമ്മൾ ബീഫിൽ ചെയ്ത പോലെ തന്നെ ഒരു പാത്രത്തിലേക്ക് ഫ്രൈ ചെയ്ത അൽഫാമൊക്കെ വെച്ച് അതിൽ ഒരു സ്മോക്ക് ചെയ്യുക. നമ്മുടെ ഇതുണ്ടാവുമല്ലോ, ചാർക്കോൾ കത്തിച്ചിട്ട് അതിൻ്റെ നടുക്ക് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് സ്മോക്ക് ചെയ്ത് വെക്കാം. അപ്പോൾ ഇത് ഞാൻ ഗ്രില്ല് ചെയ്യാൻ പോവാണ്. നിങ്ങൾ പാനിൽ തിരിച്ച് മറിച്ചിട്ട് വേവിച്ചെടുത്താലും മതി, ഓവനില്ലെങ്കിൽ കേട്ടോ. ഓവനിൽ ഒരു 10-20 മിനിറ്റ്
വെച്ചതിന് ശേഷം തിരിച്ച് വെക്കുക. പിന്നെ അതേപോലെ ഒരു 20 മിനിറ്റും കൂടി തിരിച്ച് വെച്ചിട്ട് നല്ലോണം ബ്രൗൺ ആവണ വരെ വേവിച്ചെടുക്കാം. ഇനി ഞാനിതുപോലത്തെ സിമ്പിൾ റെസിപ്പി ആയിട്ട് വരാം. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. മറിയംസ് ലിറ്റിൽ ലവർ. ബൈ.